സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഗോസ്പൽ എന്ന് പറയുന്ന ഒരു ടി വി ചാനൽ ഇന്ന് കാണാനിടയായി. അതില് ഒരുത്തൻ വന്നിരുന്ന് പറയാണ്, എം അക്ബർ യേശു ക്രിസ്തുവിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരണം. അപ്പോൾ വേറൊരു വീഡിയോ കാണിച്ചു, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ട്, അതിന് മറുപടി കൊടുക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു വ്യഭിചരിച്ചുണ്ടായതാണ് എന്ന് പറഞ്ഞു അക്ബർ പറഞ്ഞു, എം അക്ബർ പറഞ്ഞു. ഞാൻ വെല്ലുവിളിക്കുകയാണ്, അങ്ങനെ നീ വേറൊരു വീഡിയോ കാണിച്ചല്ലോ, അപ്പൊ ഈ വീഡിയോ ഒന്ന് കാണിക്ക്. ലോകത്ത് മുസ്ലിങ്ങൾ, ഏതെങ്കിലും ഒരു മുസ്ലിം മറിയമിനെയോ മറിയമ്മന്റെ മകൻ ജീസസിനെയോ, അല്ലെങ്കിൽ നിങ്ങൾ ജീസസ് എന്ന് പറയുന്നു, മറിയം തന്നെയാണ് നിങ്ങൾക്കും, പക്ഷേ ജീസസിന്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ തമ്മിൽ വ്യത്യാസം. അതായത് അദ്ദേഹത്തിന്റെ പേര് ഈസ എന്നാണ് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബഹുമാനിക്കുന്നത് മുസ്ലിങ്ങളാണ് ഇവരെ, മറിയമിനെയും മറിയമിന്റെ പുത്രനെയും. അപ്പോ ഈസബിന് മറിയം എന്ന് തന്നെയാണ് ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈസബിന് മറിയം, മറിയമിന്റെ പുത്രൻ ഈസ എന്നാണ് പറയുന്നത്. അപ്പൊ വാപ്പ ഇല്ല, അദ്ദേഹത്തിന് വാപ്പ ഇല്ല, അത് വ്യഭിചരിച്ചുണ്ടായെന്ന് നീ എന്നെയൊക്കെ പോലുള്ള ക്രിസ്ത്യാനികളാണ് പറയുന്നത്. ഒരു മുസ്ലിമിന് ഒരിക്കലും അത് പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അക്ബർ അല്ല, അക്ബറിന്റെ ഇനി അതിന്റെ മുകളിലുള്ള ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതാണ് ഇസ്ലാമിന്റെ ചര്യ, ഇസ്ലാമിന്റെ പഠിത്തം അങ്ങനെയാണ്. അത് നീ തെണ്ടിത്തരം വന്നിരുന്ന് ചാനലിൽ വന്നിരുന്ന് എന്തുമാകാം എന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. അപ്പൊ എം അക്ബർ ആയിരുന്നാലും ശരി, വേറെ ഏതെങ്കിലും മതപണ്ഡിതനായിരുന്നാലും ശരി, അവര് വന്നു അവരടുത്ത് ഓരോരുത്തരും ഓരോ ജാതിക്കാർ, ഇപ്പൊ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായിരുന്നാലും അവരുടെ സദസ്സിൽ വന്നിരുന്നിട്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും, അതിന് മറുപടി കൊടുക്കും. അത് ചിലപ്പോ ക്രിസ്ത്യാനികളെ ഇകഴ്ത്തിക്കെട്ടാനോ മുസ്ലിങ്ങളെ പുകഴ്ത്തിക്കെട്ടാനോ വേണ്ടി പറയുന്നതല്ല, അവരതിന് ശക്തമായ മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറുപടി കൊടുത്തു കഴിയുമ്പോൾ അതിൽ അവർ സംതൃപ്തരുമാണ്. അപ്പോ ഈസായെയും, അതായത് ജീസസിനെയും, ജീസസിന്റെ അമ്മ അല്ലെങ്കിൽ ഉമ്മ മറിയത്തിനെയും ഏതെങ്കിലും ഒരു മുസ്ലിം പറഞ്ഞതായിട്ട്, മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയിരിക്കണം, അതായത് മതവിശ്വാസിയായിരിക്കണം, അല്ലാതെ ഈ ചെറ്റ ആരിഫിനെയും ജാമിദയെയും പോലുള്ള തെണ്ടികളെ കൊണ്ടുവന്നിരുത്തി പറയുകയല്ല. മുസ്ലിം, ഇസ്ലാം മതം വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം പറഞ്ഞെങ്കിൽ നീ തെളിവ് കൊണ്ടുപോകാം. ഒരു വീഡിയോ, നീ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് എം അക്ബർ പറയുന്നത്, അതായത് പണ്ട് കാലത്താണത്, അത് ഇപ്പോഴത്തെ അല്ല. നിനക്ക് ബുദ്ധിയില്ല, നിന്നെ കാണുമ്പം തന്നെ അറിയാം നീ ഒരു വിഡ്ഢിയാണെന്ന്. വിഡ്ഢിത്തരമാണ് നീ പറയുന്നത്. അതായത് പണ്ട് കാലത്ത് ഏതെല്ലാം തരത്തില് മനുഷ്യര് ജീവിച്ചിരുന്നു. പണ്ട് യുദ്ധം നടക്കുമ്പോൾ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അതിൽ നിന്ന് ആളുകളെ തടവുകാരായിട്ട് പിടിക്കും. അപ്പൊ തടവുകാരായിട്ട് പിടിക്കുമ്പോൾ ആണുങ്ങളെ കൊണ്ട് ജോലികൾ ചെയ്യിക്കും, പെണ്ണുങ്ങളെ പുരുഷന്മാര് ഇഷ്ടം പോലെ ഉപയോഗിക്കുമായിരുന്നു. പണ്ട് കാലത്ത് രാജാക്കന്മാര് ഏതെങ്കിലും മറ്റൊരു രാജാവുമായിട്ട് വല്ലോ സൗഹൃദത്തിലാണെങ്കിൽ സുന്ദരികളായ പെണ്ണുങ്ങളെ അവർക്ക് കാഴ്ചവെക്കുമായിരുന്നു. ഇതൊക്കെ നീ ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കാതെ അത് ഏത് കാലഘട്ടത്തിലാണെന്ന് 1000, 1500, 1400 ആ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതെല്ലാം നിർത്തലാക്കി. അതായത് മുഹമ്മദ് നബി അവസാനത്തെ നബിയാണ്. നീ ഇപ്പൊ വിശ്വസിച്ചാലില്ലെങ്കിലും മുസ്ലിങ്ങൾക്ക് പ്രശ്നമല്ല. ഈസായെ ഞങ്ങൾ നബിയായിട്ടാണ്, അതായത് പ്രവാചകനായിട്ടാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ദൈവം എന്ന് പറയും, ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയും, ഞാൻ തന്നെ ദൈവമാണെന്നും പറയും. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇതല്ല. ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ മറുപടി പറയണം. ഈസ, അതായത് ജീസസ് ദൈവമല്ല, ദൈവം ജനിക്കുകയില്ല, ദൈവം മരിക്കുകയില്ല, ദൈവം ആരെയും ജനിപ്പിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതായത് അത് തന്നെയാണ് സത്യവും. ദൈവം ജനിക്കുമ്പോൾ ദൈവത്തിന്റെ അമ്മയായി, ദൈവത്തിന് അമ്മാവനായി, ദൈവത്തിന് അളിയനുണ്ടാവും, ദൈവത്തിന് ഇളയച്ഛൻ, വലിയച്ഛൻ, അങ്ങനെയൊക്കെ ഉണ്ടാവും, ദൈവത്തിന്റെ അച്ഛൻ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് മനുഷ്യ സങ്കല്പത്തിനും അതീതമാണ്. ഇല്ലാത്ത ഉണ്ടാക്കി പറയരുത്. അതായത് ദൈവം എന്ന് പറയുന്നത് എല്ലാത്തിനും അതീതനാണ്. ദൈവം ജനിക്കുകയില്ല, ദൈവം മരിക്കുകയില്ല, ദൈവം ആരെയും ജനിപ്പിക്കുകയില്ല, പക്ഷെ സൃഷ്ടിക്കും. ഞാനിത് ഒരുപാട് വീഡിയോകളിൽ ഞാൻ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. അത് ബുദ്ധിയുള്ളവന് മനസ്സിലാവും. അത് ദൈവം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ ദൈവം ജനിക്കുന്ന ഒരു സ്ത്രീക്ക്
സ്ത്രീയുടെ കുട്ടിയായിട്ട് ദൈവം ജനിക്കും. അപ്പൊ ദൈവം ഈ അവരുടെ വയറ്റിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ ആര് ചെയ്യും? പറയുന്നതിന്, വിഡ്ഢിത്തരം വിളമ്പുന്നതിന് ഒരു മര്യാദയുണ്ട്. മനുഷ്യന് കേൾക്കാൻ കൊള്ളാവുന്ന രീതിയിൽ വിഡ്ഢിത്തരം പറയണം, വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ. വിഡ്ഢിത്തരം പറഞ്ഞാലും ചില ആളുകൾ, അതായത് കുറെ പേരെ എല്ലാ കാലത്തേക്കും എല്ലാവരെയും കുറെ കാലത്തേക്കും പറ്റിക്കാമെങ്കിലും എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ ഒക്കില്ല. അതാണ് മനസ്സിലാക്കാനുള്ളത്. ആദ്യം ഈ ചാനലിൽ വന്നിരുന്ന് ഈ വിടുവായുധം പറയുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം, ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. അല്ലെങ്കിൽ വിവരമുള്ള ആരുടെങ്കിലും ചോദിക്കണം, ഇങ്ങനെയൊക്കെയാണ്. ഞാനപ്പോ വെല്ലുവിളിച്ച് വീണ്ടും പറയുകയാണ്, MM അക്ബർ, അതായത് പിന്നെ ഈസായെയും മറിയത്തിനെയും മോശമായിട്ട് ചിത്രീകരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, MM അക്ബർ മാത്രമല്ല, ഏതെങ്കിലും ഒരു മതത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു മുസ്ലിം ഈസായെയും ഈസായുടെ ഉമ്മയെയും അല്ലെങ്കിൽ അമ്മയെയും മോശമായിട്ട് ചിത്രീകരിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കണം, നീ പറയുന്നത് പോലെ നടക്കാം. അപ്പോ ചാനലിൽ വന്നിരുന്നത് കള്ളം പറയരുത്, പറയാത്ത കാര്യങ്ങൾ പറയരുത്. നിങ്ങൾ പിന്നെ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജാതിക്കാർ വന്ന് തന്നെ ചോദിക്കുക. അല്ലാതെ സ്റ്റേജ് ഉണ്ടാക്കി കെട്ടി വെച്ചിട്ട് ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുന്നു, ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്നു അല്ല. അതൊന്നും നമ്മളുടെ പണിയല്ല. അവരെ ആക്ഷേപിക്കല്, അത് ആക്ഷേപിക്കുകയില്ല. അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കുകയില്ല. കാരണം അവനവന്റെ മതമാണ്, അത് അവനവന് കൊണ്ടു നടക്കാം. ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, അത് അവരവരുടെ വ്യക്തി താല്പര്യങ്ങളാണ്. നിനക്ക് ഇപ്പൊ ഇസ്ലാം ആണെങ്കിൽ ഇസ്ലാം, നീ മുസ്ലിമായിട്ട് ജീവിച്ചോ. നീ ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് നീ അത് ജീവിച്ചോ. ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ആയിട്ട് ജീവിച്ചോ. അതിന് ആർക്കെന്ത് പ്രശ്നം? രാഷ്ട്രീയം പോലെ തന്നെയാണ്. അപ്പൊ മതവിശ്വാസം എന്ന് പറയുന്നത് അവനവന്റെ കാര്യങ്ങളാണ്, അതിൽ ആരും കൈകടത്തേണ്ട കാര്യമില്ല. പിന്നെ മതവിശ്വാസം ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നെങ്കിൽ തന്നെ അത് ക്രിസ്ത്യൻ സ്കൂളുകളാണ്. അറിയാമല്ലോ, LKG പഠിക്കുന്ന ഹിന്ദു കുട്ടികളെ മുസ്ലിങ്ങളെ കൊണ്ട് കുരിശ് വരപ്പിക്കുന്നു. ഈ കുരിശ് എവിടെ നിന്നുണ്ടായി? നീ ഇപ്പൊ ഇത് പറയുന്നു, നീ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിക്കും, കുരിശ് എവിടെ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി? നിങ്ങൾ വിശ്വസിക്കുന്നു ഈസായെ, അതായത് ജീസസിനെ കുരിശി തറച്ചു. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ജീസസിനെ കുരിശി തറച്ചിട്ടില്ല. അപ്പൊ ദൈവമാണെന്ന് പറയുന്നത് ദൈവത്തിന് ആരെങ്കിലും കുരിശി തറയ്ക്കും? ദൈവത്തിന് ആരെങ്കിലും കുരിശി തറയ്ക്കാൻ നോക്കൂ? അപ്പൊ ദൈവം എന്താണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ദൈവം? അപ്പൊ നിങ്ങൾക്ക് ദൈവത്തെ പറ്റി ഒരു ധാരണ പോലുമില്ല. അങ്ങനെയുള്ളവരാണ് ഈ പറയുന്നത് ദൈവത്തിനെ കുരിശി തറച്ചു. ദൈവത്തിനെ കുരിശി തറച്ചിട്ടില്ല. അതായത് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞത്. ആദ്യം നീ മനസ്സിലാക്കാനുള്ളത്, ഖുർആനിൽ മാത്രമല്ല, ബാക്കി 4 ഗ്രന്ഥങ്ങളാണ്, 3 ഗ്രന്ഥങ്ങളും ഉണ്ട്. പരിപൂർണമായ 4 ഗ്രന്ഥങ്ങളാണ് മനുഷ്യരാശിക്ക് വേണ്ടി ദൈവം അവതരിപ്പിച്ചിട്ടുള്ളത്. ബാക്കി പ്രവാചകന്മാർ ഒരുപാടുണ്ട്. 1,24,000 പ്രവാചകന്മാർ, അംബിയ മുർസിങ്ങളെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതില് ഉള്ളത് ആളാണ് മൂസ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാം ക്രിസ്ത്യാനികളും യഹൂദന്മാരും മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന ആദമിന്റെ സന്തതികൾ, ആദമിന്റെ ഹവ്വായുടെയും സന്തതികളാണെന്നാണ് വിശ്വസിക്കുന്നത് എല്ലാവരും. ആ പരമ്പര തന്നെയാണ്. അപ്പൊ ആദമിന്റെ മക്കളാണ്, ആദമിന്റെ ഹവ്വായുടെയും മക്കളാണ്. വഴിച്ചു പോയി. അതൊക്കെ നാളെ നമ്മൾ മരിച്ചു തന്നതിന് ശേഷം അവിടെ ചോദ്യം ചെയ്യപ്പെടും, അതിന് മറുപടി പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ ഇട്ട് നമ്മൾ മറുപടി ഉണ്ടാക്കണ്ട. അപ്പോ ആദമിന്റെയും ഹവ്വായുടെയും മക്കളാണെന്ന് യൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. വിശ്വാസം തെറ്റിയത് എപ്പോഴാണെന്ന് അറിയാമല്ല. അതായത് മോസസ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. മോസസിന് ശേഷമാണ് അവർ യഹൂദ മതം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു മതം ഇല്ല അതിനു മുമ്പ്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. യേശു